ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ അലീനയുടെ വിവാഹകാര്യത്തെ ചൊല്ലി സ്റ്റാൻലിയും ബാലചന്ദ്രനും തമ്മിൽ തെറ്റുന്നുണ്ട്. തന്റെ മകളെ വിവാഹം കഴിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പയ്യനായിരിക്കുമെന്ന് സ്റ്റാൻലിയും, അതല്ല മനുവിനെയാണ് അലീനയ്ക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമെന്ന് ബാലചന്ദ്രനും വാദിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള തർക്കം മുറുകുമ്പോഴാണ് അലീന അങ്ങോട്ട് കടന്നു വരുന്നത്. അലീനയെ കണ്ടതും രണ്ടുപേരുടെ നോട്ടം അലീനയ്ക്ക് നേരെയായി. തുടർന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുകയാണ്, മോളെ, നീയാണ് തീരുമാനം എടുക്കേണ്ടത്. നീ അറിവും പക്വതയുള്ളവളാണ്. ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. മനുവിനെ നിനക്ക് വേണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നീ അത് തുറന്നു പറയണം. ഒരിക്കലും നീ അവനെ കുരങ്ങ് കളിപ്പിക്കരുത്. നീ അവനെ വിട്ടുകളഞ്ഞെന്ന് കരുതി അവൻ ആത്മഹത്യ ചെയ്യത്തൊന്നുമില്ല. കുറച്ച് വിഷമിച്ചേക്കും, പക്ഷെ സാരമില്ല. നിന്റെ തീരുമാനം അതെന്തായാലും നിനക്ക് തുറന്നു പറയാം. അലീനയുടെ മറുപടി അറിയുന്നതിനായി ബാലചന്ദ്രമേനോന്റെയും സ്റ്റാൻലിയുടെയും നോട്ടം അലീനയ്ക്ക് നേരെയായി. അലീനയാണെങ്കിൽ നിസ്സഹായതയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ശേഷം ഒരു കസേര എടുത്ത് രണ്ടുപേർക്ക് നടുക്കായി അലീനയിരുന്നു. എന്നിട്ട് അവൾ രണ്ടുപേരോടായി ചോദിക്കുകയാണ്, എന്റെ വിവാഹകാര്യമാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെയും തെറ്റിച്ചത് അല്ലേ? ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഏയ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. മിസ്റ്റർ മേനോൻ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞു. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഓർത്ത് പപ്പയും വിഷമിക്കേണ്ട, അച്ഛനും വിഷമിക്കേണ്ട. ആരെയും വിവാഹം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ഞാൻ തന്നെ ഒരു തീരുമാനത്തിലെത്തിക്കോളാം. ഇത് കേട്ടതും സ്റ്റാൻലിയുടെയും ബാലചന്ദ്രമേനോന്റെയും മുഖം പെട്ടെന്ന് വാടി. അങ്ങനെ ഒരു മറുപടിയല്ല അവർ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പെട്ടെന്ന് ബാലചന്ദ്രമേനോൻ ചോദിക്കുന്നുണ്ട്, ആ തീരുമാനം ശരിയല്ലല്ലോ മോളെ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അപ്പൊ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. അച്ഛനും പപ്പയും കൂടി ആലോചിച്ച് രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു വഴി തിരഞ്ഞെടുക്കുക. രണ്ടുപേരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞാൽ ഞാൻ അത് അനുസരിച്ചോളാം. ഇത് കേട്ട് സ്റ്റാൻലിയും ബാലചന്ദ്രമേനോനും ഒരു മറുപടി പറയാനില്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഉടനെ സ്റ്റാൻലി ചോദിക്കുകയാണ്, അല്ല, ഞങ്ങളെ രണ്ടുപേരെയും നീ ഒരുപോലെയാണോ കാണുന്നേ? അല്ല, വ്യത്യാസമുണ്ട്. ഈ അച്ഛനെയാണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ അച്ഛ എന്ന് വിളിച്ചത്. ഒരച്ഛൻ്റെ സ്നേഹം എനിക്ക് ആദ്യമായിട്ട് തന്നതും ഈ അച്ഛനാ. അച്ഛനല്ലേ എൻ്റെ പപ്പയെ കണ്ടുപിടിച്ചതും എന്നെ ഇവിടെ എത്തിച്ചതും. അത്രയും ഹൃദയവിശാലത ഈ ലോകത്ത് ആർക്കും ഉണ്ടാവില്ല. അലീനയുടെ ആ വാക്കുകൾ സ്റ്റാൻലിക്ക് വല്ലാത്ത ക്ഷീണമായി തോന്നി. തൻ്റെ മകൾക്ക് ബാലചന്ദ്രമേനോനോടാണ് കൂടുതൽ സ്നേഹം കൂറുമല്ല. തനിക്ക് അവളുടെ മനസ്സിൽ രണ്ടാം സ്ഥാനമാണ്. അലീന തുടർന്നുകൊണ്ടിരുന്നു, ഈ അച്ഛനെ കണ്ടെത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ പപ്പയെ തിരിച്ചറിഞ്ഞത്. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് പപ്പയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയാം. എന്നിട്ടും എനിക്ക് വേണ്ടി എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തു. അതെല്ലാം എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പപ്പയുടെ സ്വന്തം മോളല്ലേ ഞാൻ. എൻ്റെ മനസ്സിൽ പപ്പയ്ക്കുള്ള സ്ഥാനം കൈവശപ്പെടുത്താൻ ഈ ലോകത്ത് മറ്റാർക്കും സാധിക്കില്ല. അത്രയും കേട്ടതോടെ സ്റ്റാൻലിയുടെ പരിഭവവും മാറി. അവൾ അച്ഛനെയും പപ്പയും മാറി മാറി നോക്കി. അതുകൊണ്ട് എനിക്കിഷ്ടമാണെങ്കിൽ മനുവേട്ടനെ കല്യാണം കഴിക്കാൻ പറയാനുള്ള എല്ലാ അവകാശവും അച്ഛനുണ്ട്. അച്ഛൻ്റെ ഭാഗത്തു നോക്കുമ്പോൾ അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഞാൻ മനുവേട്ടനെ വിവാഹം കഴിക്കരുത് എന്ന് വിലക്കുവാനുള്ള അവകാശം പപ്പയ്ക്കുണ്ട്. കാരണം പപ്പയാണ് എന്നെ സംരക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആർക്കും പരാതിയില്ലാതെ ഈ പ്രശ്നം തീർക്കാനുള്ള വഴി ഞാൻ വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു അഗതി മന്ദിരം തുടങ്ങാനുള്ള പൈസ എനിക്ക് തന്നാൽ മതി. അത്രയും സന്തോഷം. എൻ്റെ ബ്രിജിത്തമ്മയ്ക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ പോയ ഒരു ജോലിയായിരുന്നു അത്. ആരോരുമില്ലാത്ത കുറച്ച് അനാഥ കുഞ്ഞുങ്ങളെ നോക്കി ഇനിയുള്ള കാലം ഞാൻ സന്തോഷമായി ജീവിച്ചോളാം. അലീനയുടെ ആ വാക്കുകൾ കേട്ട സ്റ്റാൻലിയും ബാലചന്ദ്രമേനോനും സത്യത്തിൽ സ്തംഭിച്ചുപോയി. ഇനി ഒരു പഴുതില്ലാത്ത വിധം അവൾ അവരെ പൂട്ടിയിരിക്കുന്നു. രണ്ടുപേരും അല്പനേരം നിശബ്ദരായിരുന്നു. ഉടനെ അലീന ചോദിക്കുകയാണ്, ഇനി ഞാൻ രംഗത്ത് നിന്ന് പിന്മാറിയാലോ? രണ്ടുപേരുടെ നീരസം ഇതുവരെ മാറിയില്ലേ? ഉടനെ സ്റ്റാൻലി പറയുകയാണ്, എനിക്ക് മിസ്റ്റർ മേനോനോട് പ്രത്യേകിച്ച് നീരസമൊന്നുമില്ല. ഞാൻ ചില വസ്തുതകൾ പറഞ്ഞെന്ന് മാത്രം. മേനോൻ അത് ഇഷ്ടപ്പെടാത്തത് എൻ്റെ കുറ്റമല്ല. അപ്പോൾ ബാലചന്ദ്രമേനോൻ, അലീന, സ്റ്റാൻലി പറയുന്നു പാലായിൽ നിന്നും നിന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരരുതെന്ന്. തെളിച്ചു പറഞ്ഞില്ലെങ്കിലും ധ്വനി അത് തന്നെയായിരുന്നു. അതാണോ വസ്തുത? അതൊരു നിബന്ധനയല്ലേ? ഇത് കേട്ട് അലീന സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, നേരാണോ പപ്പ? പപ്പ അങ്ങനെ പറഞ്ഞോ? ആ, ഞാൻ പറഞ്ഞത് തന്നെയാണ്. അവിടെ നിന്നാരും ഇങ്ങോട്ട് വരുന്നത് എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. ഓ, പപ്പ അങ്ങനെ പറഞ്ഞെങ്കിൽ ആരും ഇങ്ങോട്ട് വരണ്ട. ഇത് പപ്പയുടെ വീടാണല്ലോ. ഇവിടെ ആര് വരണം വരണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പപ്പയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അലീനയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ബാലചന്ദ്രമേനോനൊന്ന് അമ്പരന്നു. ഞാൻ പാലായിൽ വന്ന് നിങ്ങളെല്ലാവരും കണ്ടോളാം. അച്ഛനൊന്ന് വിളിച്ചാൽ മാത്രം മതി. അതിനുള്ള അനുവാദമൊക്കെ ഞാൻ പപ്പയോട് ചോദിച്ചു വാങ്ങിച്ചോളാം. അത്രയും കേട്ടതോടെ ബാലചന്ദ്രമേനോന് തൃപ്തിയായി. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു മത്സരം വേണ്ട പപ്പ. മത്സരിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ജയിക്കും. പക്ഷേ തോക്കുന്നത് ഞാനായിരിക്കും.
അലീനയുടെ ആ വാക്കുകളുടെ അർത്ഥം വിശാലവും വ്യക്തവുമായിരുന്നു. സ്റ്റാൻലിയും ബാലചന്ദ്രമേനോനും ആകെ വിഷമത്തിലായിരിക്കുകയാണ്. അലീനയെ ഈ തർക്കത്തിലേക്ക് വലിച്ചിടണ്ടായിരുന്നു എന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. ഉടൻ തന്നെ ബാലചന്ദ്രമേനോൻ പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ നിൽക്കുന്നില്ല, പോവാ. അതും പറഞ്ഞ് ബാലചന്ദ്രമേനോൻ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ മുഖത്ത് ചെറിയൊരു നിരാശയുണ്ടായിരുന്നു. അച്ഛനിപ്പോൾ പോവണ്ട, ഞാൻ വിടില്ല. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഞാൻ തരുന്ന ചായയും കുടിച്ചിട്ട് പോയാൽ മതി. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ വീണ്ടും അവിടെ ഇരുന്നു. വൈകുന്നേരം 4 മണിയായപ്പോൾ ചായയും കുടിച്ച് അലീനയോട് യാത്ര പറഞ്ഞ് ബാലചന്ദ്രമേനോൻ പോകാനിറങ്ങി. കാറിനടുത്ത് വരെ അലീനയും കൂടെ ചെന്നു. ബാലചന്ദ്രൻ കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ അലീന ചോദിക്കുകയാണ്, അച്ഛൻ ഇനി എന്നാ വരിക? അതുകൊള്ളാം, ഇങ്ങോട്ട് വരരുതെന്നല്ലേ ആജ്ഞാപിച്ചിരിക്കുന്നത്? ഓ പിന്നെ, ഈ അച്ഛൻ ചില സമയത്ത് കൊച്ചുകുട്ടികളെ പോലെയാ, ഇണക്കവും പിണക്കവും. സ്റ്റാൻലിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മോളെ ഞാനില്ലേ അച്ഛ ഇവിടെ? അച്ഛൻ സ്റ്റാൻലിയെ കാണാനാണോ വരുന്നത്? എന്നെ കാണാനല്ലേ? എൻ്റെ മനസ്സിലല്ലേ അച്ഛന് വലിയ സ്ഥാനമുള്ളത്? അത് മായ്ച്ചു കളയാൻ ആർക്കെങ്കിലും കഴിയുമോ? അച്ഛനൊരു അപമാനവും വരാതെ ഞാൻ നോക്കിക്കോളാം. അലീനയോട് മറുത്തൊന്നും പറയാൻ അയാൾക്ക് തോന്നിയില്ല. ഞാൻ വരാം മോളെ. അത് കേട്ടപ്പോൾ അലീനയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. തുടർന്ന് ബാലചന്ദ്രമേനോൻ കാർ ഓടിച്ചു പോകുന്നതും നോക്കി അലീന അവിടെ തന്നെ നിന്നു. ബാലചന്ദ്രമേനോൻ പാലായിലെത്തിയപ്പോൾ 7:30 മണിയായി. ജ്വല്ലറി അടയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ഗോവർദ്ധൻ. ബാലേന്ദ്രനെ കണ്ടുകൊണ്ട് ഗോവർദ്ധൻ പറയുകയാണ്, വൈജേച്ചി മോളും കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ബാലേട്ടാ. അവരെപ്പോഴാണ് വന്നത്? ഉച്ചയ്ക്ക് മുമ്പേ വന്നതാ. വൈകിട്ടാ തിരിച്ചു പോയത്. അവർ വന്ന എന്തിനാന്ന് തന്നോട് പറഞ്ഞോ? അത് പറഞ്ഞില്ല. പക്ഷേ ബാലേട്ടൻ അന്വേഷിച്ചു. ആഹാ, എന്നിട്ട് താൻ എന്ത് പറഞ്ഞു? ഒരു യാത്ര പോയിരിക്കാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ കുളത്തൂപ്പുഴയ്ക്കാണ് പോയതെന്ന്? അല്ല, ബാലേട്ടൻ എന്നോടൊന്നും പറയാതെയാണല്ലോ പോയത്. അതിന് മറുപടി പറയാതെ ഗോവർദ്ധന്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങിക്കൊണ്ട് ബാലേന്ദ്രൻ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. അതും അടച്ചിട്ട് വീട്ടിലെത്തിയപ്പോൾ 8:30 മണിയായി. വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ ബാലേന്ദ്രൻ മനസ്സിലായി രംഗം അത്ര പന്തിയല്ല. അസാധാരണമായ ഒരു നിശബ്ദത വീടിനകത്തുണ്ട്. ബബിതയാണ് വാതിൽ തുറന്നു തന്നത്. അവളുടെ മുഖം കണ്ടപ്പോൾ ആരോട് വഴക്കിട്ടിരിക്കുകയാണെന്ന് തോന്നി. കൃഷ്ണജ ഹാളിലിരുന്ന് നിശബ്ദമായി പഠിക്കുന്നുണ്ടായിരുന്നു. വൈജയന്തി ഊണുമേശയിൽ തലവെച്ച് കമിഴ്ന്നു കിടപ്പുണ്ട്. രോഹിത്ത് മുകളിലാണെന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. അയാൾ തന്റെ മുറിയിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കുന്നതിനായി താഴേക്ക് ഇറങ്ങി വന്നു. ആ സമയം രോഹിത്തും താഴേക്ക് ഇറങ്ങി വന്നു. ഊണുമേശയിൽ യാതൊരു അനക്കവുമില്ല. എല്ലാവരും എത്തിയെന്ന് മനസ്സിലായതോടെ വൈജയന്തി തലപൊക്കി. ഒന്നും മിണ്ടാതെ അടുക്കളയിൽ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു. മേശപ്പുറത്ത് അതെല്ലാം നിരത്തി. എല്ലാവരും അവരവർക്ക് വേണ്ട ഭക്ഷണം വിളമ്പിയെടുത്തു. തൊട്ടടുത്ത് വൈജയന്തി വെറുതെ നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ട് കൃഷ്ണജ ചോദിക്കുന്നുണ്ട്, അമ്മ കഴിക്കുന്നില്ലേ? വൈജയന്തിക്ക് തന്നോടെന്തോ ചോദിക്കാനോ പറയാനോ ഉണ്ടെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. ഭക്ഷണം കഴിച്ച് തീരാറായപ്പോൾ വൈജയന്തി വിഷയം എടുത്തിട്ടു. ബാലേട്ടൻ എന്ന് പകല് കടയിലുണ്ടായിരുന്നോ? അതിന് തമാശ രൂപേണ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. അതെന്താ, ബാലേട്ടന് തീർച്ചയില്ലേ ബാലേട്ടൻ എവിടെയായിരുന്നെന്ന്? എല്ലാം അറിഞ്ഞുകൊണ്ട് പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം? കാലത്ത് 10 മണിക്ക് ഞാൻ കടയിൽ വിളിച്ചപ്പോൾ പുറത്തു പോയിരിക്കുന്നെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ബാലേട്ടൻ ഇന്ന് രാവിലെ കടയിൽ പോയിട്ട് അവിടെ ഇരുന്നത് വെറും 10 മിനിറ്റ്. വൈകിട്ട് 7 മണി വരെ ബാലേട്ടൻ തിരിച്ചെത്തിയിട്ടില്ല. എവിടേക്കാണ് പോകുന്നതെന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. എന്നോട് പറയണ്ട, ഞാനാണല്ലോ നമ്പർ 1 ശത്രു. സ്വന്തം മക്കളോട് പറഞ്ഞൂടെ? അത് ചെയ്തില്ല. ഗോവർദ്ധനോട് പറയാതെ എങ്ങോട്ടും പോകത്തില്ലെന്ന് എനിക്കറിയാം. പെങ്ങളെ കെട്ടിയവന്റെ കയ്യിലാണല്ലോ ബാലേട്ടന്റെ മനസ്സിന്റെ താക്കോല്. പക്ഷേ ഗോവർദ്ധനും അറിയില്ലായിരുന്നു എവിടേക്കാ പോയതെന്ന്. വൈജയന്തിയുടെ സംസാരം കേട്ട് ബാലേന്ദ്രൻ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇത് എൻ്റെ ആദ്യത്തെ രഹസ്യയാത്ര ഒന്നല്ല. ഇതിനു മുമ്പും ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, വിധവയുടെ ജീവിതമാണെങ്കിലും ഭാര്യയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. എനിക്കറിയണം നിങ്ങൾ എങ്ങോട്ടാ പോയതെന്ന്. അതിന് നീ ചോദിച്ചില്ലല്ലോ. ചോദ്യങ്ങളില്ലാതെ ഉത്തരം തരുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. മുമ്പ് അങ്ങനെ ഒരു സുഖേട് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ നീ ചോദിച്ചതുകൊണ്ട് പറയാം. ഞാൻ കുളത്തൂപ്പുഴയ്ക്കാണ് പോയത്. ആ പേര് കേട്ടതും വൈജയന്തിയുടെ നെറ്റിച്ചൊളിഞ്ഞു. മഴത്തോരു മുമ്പേ എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് അതിസങ്കീർണമായ കഥാമുഹൂർത്തങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്